വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അമേരിക്ക വെടിനിർത്തൽ ലംഘിച്ചതായും ചരക്ക് കപ്പലുകളെ ആക്രമിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ഇറാനിൽ ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സമാധാന കരാർ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതിനിടയിൽ വീണ്ടും ഈ സംഘർഷം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഒപ്പം തന്നെ ഇതിൽ അമേരിക്കയുടെ നയം എന്താണ്? അമേരിക്ക പറയുന്നതിനോട് ഇറാൻ ഒരു തരത്തിലും അടുക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ് പ്രവിത. ചൊവ്വാഴ്ച പുലർച്ചെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക നടപടിയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. അതായത് കഴിഞ്ഞ 7 ആഴ്ചയായി നമുക്കറിയാം നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ആ കരാറിന്റെ ഒരു കടുത്ത ലംഘനം അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുകയാണെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഈ ആരോപണം അമേരിക്ക തള്ളിയിരിക്കുകയാണ്. മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും അതുപോലെ കടലിൽ സ്ഫോടക വസ്തുക്കളുമായിട്ട് പോയ ബോട്ടുകളെയുമാണ് ലക്ഷ്യം വെച്ചതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കോം പറയുന്നത്. US സേനയെ സംരക്ഷിക്കുന്നതിനാണ്. അത് മാത്രമല്ല ഇതൊരു പ്രതിരോധ സ്വഭാവമുള്ള നടപടിയാണെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നു. നേരത്തെ പ്രവിത പറഞ്ഞ പോലെ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ട്രംപിന്റെ അല്ലെങ്കിൽ US പ്രസിഡന്റിന്റെ അവധിക്കാല വസതിയായ ക്യാമ്പ് ഡേവിഡിൽ വെച്ചായിരുന്നു ഈ ക്യാബിനറ്റ് ഷെഡ്യൂൾ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇത് വൈറ്റ് ഹൌസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വെടിനിർത്തൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത്തരം ഈ ആക്രമണങ്ങൾ സമാധാന ചർച്ചകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. അതേസമയം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിലെത്താൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കാമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതി അടക്കമുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. സാവകാശം ലഭിക്കുന്ന തരത്തിലാണ് പുതിയ ഒരു പ്രാഥമിക കരാർ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫും അതുപോലെ അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അവരുടെ സെൻട്രൽ ബാങ്ക് ഗവർണറും ഒക്കെ ദോഹയിലുണ്ടായിരുന്നു. ആ 3 അംഗ സംഘം ചർച്ചകൾക്ക് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. 2 രാജ്യങ്ങളും തമ്മിൽ കരാറിൽ എത്തുകയാണെങ്കിൽ $24 ബില്യൺ, അതായത് ഏകദേശം 2400 കോടി ഡോളർ ഇറാനിയൻ ആസ്തികൾ മോചിപ്പിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിന് പകരം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുത്താൽ മാത്രമേ ഈ ഫണ്ടുകൾ വിട്ടു നൽകൂ എന്നുള്ള ഒരു കർശന നിലപാടിലാണ് അമേരിക്ക. ഇത് തന്നെയാണ് ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പ്രതിസന്ധിയും. ഉന്മേഷ് പ്രവിത. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. സംഘർഷത്തിന് അയവുണ്ടാകുന്നില്ല അമേരിക്കയും ഇറാനും തമ്മിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.